നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഗോവിന്ദൻ തിരുത്തുന്നതാണ് നല്ലത്. ശബരിമല കൊള്ളയിൽ കേരളം നടുങ്ങി വിറച്ചു നിൽക്കുകയാണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും CPMന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല. ഇപ്പോഴും ശബരിമല കൊള്ള മുക്കാൻ ആകുന്നതെല്ലാം പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു MLAയും പാർട്ടിയിലെ വിശ്വസ്തരമാണ് അകത്ത് കിടക്കുന്നത്. എന്നിട്ടും ശബരിമല ഞങ്ങൾക്കതിൽ ഒരു കയ്യുമില്ല എന്നും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല എന്നുള്ള തരത്തിലാണ് CPMന്റെ പെരുമാറ്റം. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ പോലും ശബരിമല വിഷയത്തിൽ ഒരക്ഷരം വാ തുറന്ന് പറയാനില്ല. പക്ഷേ ഇവരുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞാൽ ശബരിമലയിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടേയില്ല എന്നുള്ള മട്ടിലാണ് പോക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ MV ഗോവിന്ദൻ കേരളത്തെ അടപടലം ചതിക്കുകയാണ്. ഈ കൊള്ളയുടെ പ്രഭവ സ്ഥാനം തെക്കാണെങ്കിലും വടക്കാണ് ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത്. അതാണ് അദ്ദേഹം മറച്ചു പിടിക്കുന്നതും. 9 നിലകളിലായി 32 സെന്റ് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണല്ലോ AKG സെന്റർ 2. അവിടെ ഇരുന്നാണ് സ്റ്റിയറിംഗ് പിടിക്കുന്നത്. കൊള്ള സംഘം കൈയടക്കിയ സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരും കട്ടിളയും മല്ലയ്യ കൊടുത്ത സ്വിറ്റ്സർലൻഡ് സ്വർണവും ക്ലാഡ് ചെയ്ത സ്വർണവും എല്ലാം തട്ടിയും മുട്ടിയും അമ്മാനമാടുകയായിരുന്നു ഇതുവരെ. അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയപ്പോഴാണ് MV ഗോവിന്ദന് ഹാലിളകിയത്. കോടിക്കണക്കിന് വില വരുന്നവ സ്വർണ്ണക്കൊള്ളയിൽ ഓരോന്നായി പുറത്തിറക്കിയപ്പോഴാണ് ഇതിൽ പലതും മുക്കുപണ്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ സ്വർണമെല്ലാം CPMന്റെ കൈവശമായിരുന്നു. ഇത്രയും കാലം തിരിമറി ആരും അറിഞ്ഞില്ല എന്ന് MV ഗോവിന്ദനും പാർട്ടിക്ക് നേരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് ശക്തിധരൻ. ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് ഈ കൊള്ളയിൽ പാർട്ടിയിലെ ഉന്നതർക്കെല്ലാം പങ്കുണ്ട് എന്നാണ്. ഈ കൊള്ളയിൽ തങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് CPM പറഞ്ഞാൽ, ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണം. ഈ കൊടും തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ ഭൂമുഖത്തുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും നിരത്തി നിർത്തിയിരുന്നാലും എന്നെ കിട്ടില്ല. സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഇത് ഭഗവാന്റെ സ്വത്താണ്. എന്താണ് ശബരിമലയുടെ ചൈതന്യമെന്ന് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് തമാശയായി എടുക്കാനാകാത്തതെന്നും ശക്തിധരൻ പറയുന്നു. ഇതെല്ലാം തമാശയാണെന്ന് കരുതുന്നവർക്ക് അങ്ങനെയാവാം. അയ്യപ്പന്റെ തരിമ്പ് സ്വർണം പോലും വിട്ടുകൊടുക്കില്ല എന്ന പഞ്ച് ഡയലോഗ് MV ഗോവിന്ദൻ മാധ്യമങ്ങളിൽ അടിക്കുന്നത് പരിഹാസ്യമാണ്. ഇങ്ങനെ ഇന്നും തട്ടിവിടുന്നുണ്ടായിരുന്നു. നുണയൻ, എന്ത് യുക്തിയാണ് ഈ പറയുന്നതിൽ ഉള്ളത്? രാജാവ് നഗ്നനായിരുന്നിട്ട് ഒരു തുണിക്കീറെങ്കിലും എടുത്ത് ദേഹത്തിടേണ്ടേ ഗോവിന്ദ? അതും വലിയ നുണ തട്ടിവിടുമ്പോൾ. ദൈവതുല്യർ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് വ്യക്തമാക്കിയത് CPIM നേതാവല്ലേ? MV ഗോവിന്ദൻ കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആരോടാണ് പിന്നെ അന്വേഷിക്കേണ്ടത്? MV ഗോവിന്ദൻ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. തരിമ്പ് പോലും സ്വർണം അടിച്ചു മാറ്റാൻ എന്നത് വെറും വീൺവാക്കല്ലേ? ഏതെങ്കിലും തരത്തിൽ ഗോവിന്ദൻ എന്താ ബന്ധം സ്വർണ്ണ ഇടപാടുമായി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? തരിമ്പ് സ്വർണം പോലും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയാൻ സ്വർണ്ണക്കട നടത്തുന്നയാളാണോ ഗോവിന്ദൻ? ഗോവിന്ദനോട് ആരും ചോദിച്ചില്ലല്ലോ എവിടെ സ്വർണം എന്ന്. മാധ്യമങ്ങൾ ഇത്രയും വലിയ തട്ടിപ്പിന് കണ്ണടച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യത കൊണ്ടാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ മികച്ചവർ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്തെ അപൂർവമായി വീണ് കിട്ടിയ സ്വർണ്ണക്കൊള്ളയുടെ ചുരുൾ നിവർത്തി കാണിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയോ വശപ്പിശകുകൾ ഞാൻ മണക്കുന്നുണ്ട്. ഈ പാർട്ടി കുറച്ച് ദിവസം കൂടി നിലനിന്നാൽ കേരളം ഞെട്ടുന്ന സംഭവങ്ങൾ കേൾക്കാൻ ഇടവരും. നിഷ്കളങ്കരായ അവർക്ക് സർവ്വതും നേടിക്കൊടുത്ത EMS ജന്മം കൊടുത്ത പാർട്ടിയിൽ നിന്നാകും ഇത് വായിക്കേണ്ടി വരിക. സത്യം എപ്പോഴും അങ്ങനെയാണ്. സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ പത്മകുമാറും കടകംപള്ളിയും മറ്റും മാപ്പ് സാക്ഷികളാകണം. എവിടെയും കണ്ണൂരുകാരന്റെ ഉച്ചിഷ്ടം തിന്ന് കഴിഞ്ഞോളാം എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇത് ലാസ്റ്റ് ബസ്സാണ്. ദൈവതുല്യർ പറയുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വബോധത്തോടെ പച്ച മനുഷ്യരോട് പത്മകുമാർ പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്കാർക്കും സത്യം മനസ്സിലാകുന്നില്ല? ശബരിമലയിൽ കൃത്യമായി നടന്നിരുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. കടകംപള്ളി സുരേന്ദ്രൻ കപടഭക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശബരിമലയിൽ പതിറ്റാണ്ടുകൾ മുൻപേ ആദ്യ സന്ദർശനത്തിൽ തന്നെ ഒരു ചൈതന്യം അനുഭവപ്പെട്ടതാണ്. അതൊരു ദൈവവിശ്വാസമല്ല, ഒരു അനുഭൂതിയാണ് എന്ന് പറയാം. ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇതേ അനുഭൂതിയെക്കുറിച്ച് ഏതാനും ദിവസം മുൻപ് സാത്വികനായ ഇടതുപക്ഷക്കാരനായ ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത് കണ്ടു. അദ്ദേഹം നിയമജ്ഞനാണെങ്കിലും രാഷ്ട്രീയ പടുവാണ്. ഇതാണ് ശക്തിധരൻ കുറിച്ചിരിക്കുന്നത്. അതായത് ശക്തിധരൻ പറയുന്നത്
പത്മകുമാറിനും കടകംപള്ളിക്കും ഒക്കെ മുകളിൽ മറ്റാരോ ഉണ്ട്. ആ ദൈവതുല്യർ പറഞ്ഞതുകൊണ്ടാണ് പത്മകുമാറിന് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നത്. എന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കാനാണ് പാർട്ടി സെക്രട്ടറി ശ്രമിക്കുന്നതെന്നും ഇനിയും കള്ളത്തരങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം നിർമ്മിക്കാമെന്ന് ഗോവിന്ദൻ കരുതരുതെന്നും ശക്തിധരൻ പറയുന്നു. ശക്തിധരന്റെ പോസ്റ്റിന് താഴെ മറ്റു ചില കമന്റുകളുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. മാധ്യമങ്ങൾ മാത്രമല്ല കണ്ണടയ്ക്കുന്നത്. നല്ലൊരു വിഷയം കയ്യിൽ കിട്ടിയിട്ടും തെരഞ്ഞെടുപ്പ് കാലമായിട്ടും പ്രതിപക്ഷവും കണ്ണടയ്ക്കുകയല്ലേ. പാർട്ടി സെക്രട്ടറി ഭയം വിട്ട് പാർട്ടിക്ക് വേണ്ടി ധൈര്യപൂർവ്വം സംസാരിക്കണം. മടിയിൽ കനമില്ലാത്ത നിങ്ങൾ എന്തിനാ ഭയക്കുന്നതെന്ന് പരിഹാസരൂപേണയും കമന്റുകൾ. മാധ്യമങ്ങൾ ശബരിമല വിഷയം ചർച്ച ചെയ്യാതെ രാഹുൽ മാങ്കൂട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മനോരമയൊഴിച്ച് മറ്റുള്ളവർ വഴങ്ങിയെന്ന് തോന്നുന്നു. ബുദ്ധിശൂന്യത കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ആകില്ല അവർ ശബരിമല വിഷയം ചർച്ച ചെയ്യാത്തത്. ഭയം കൊണ്ടും ധനാർത്തി കൊണ്ടുമായിരിക്കണം എന്നുള്ള കമന്റുകളും വരുന്നു. ഗോവിന്ദൻ വായ തുറന്നാൽ കള്ളമാണ് പറയുക. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞിട്ട് PP ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിൽ ഭാര്യയെ വിട്ടു. ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ടവനെ രക്ഷിക്കത്തില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കും എന്ന് തന്നെയാണ്. മുൻപ് സോളാർ കൊണ്ടുവന്ന് ഒരു അഭിസാരികയുടെ പേരിൽ മാനിഫെസ്റ്റോ ഇറക്കി തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നല്ലോ. ഇപ്പോൾ രാഹുലിന്റെ അവിഹിത വീഴ്ചയുടെ മറവിൽ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു തുടർക്കഥയ്ക്ക് ചേരുന്നുണ്ട്. സ്വർണ്ണ കവർച്ചയുടെ ആഴവും പരപ്പും നമ്മുടെ സങ്കല്പത്തിനും അപ്പുറം പോയിരിക്കുന്നു. ഇതിന്റെ പേരിൽ ജയിലിൽ പോയവരും പുറപ്പെട്ട് നിൽക്കുന്നവരെയും തിരിച്ചറിയാത്ത ഒരു വലിയ കൂട്ടവും ഉണ്ട്. ശബരിമല സ്വർണം സൂക്ഷിക്കുന്ന ഖജനാവൊന്നുമല്ലല്ലോ. അവിടെ നിന്ന് സ്വർണം കൊള്ള ചെയ്യാനായിട്ട് കുറെ ഊഹാപോഹങ്ങൾ വെച്ച് ഇത്തരം അസംബന്ധങ്ങൾ എഴുതി മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങുന്ന താങ്കളെ പോലെയുള്ളവർ കേരളത്തിന് അപവാദമാണ്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പോലും അറിയാത്ത ഒരാളെ പോലെയാണ് കഥ എഴുതുന്നതെന്ന് ശക്തിധരനെ വിമർശിച്ചും ഒരു കമന്റുണ്ട്. ഗോവിന്ദൻ ഇപ്പോഴും മൂഢസ്വർഗത്തിലാണ്. യാഥാർത്ഥ്യം മനസ്സിലാകാത്തതുകൊണ്ടല്ല, ഏതോ ബുദ്ധിജീവിയാണെന്ന വിചാരം. സത്യം എന്നും ജയിക്കും. ഓർക്കുക, എല്ലാത്തിനും ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ നേതൃനിര ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാവരും തമ്മിൽ മച്ചാന്മാരാണ്. കനകം പോയ വഴി കാമിനി അടക്കും. പണ്ടത്തെ പോലെ പാവം പാർട്ടി, എല്ലാവരും പാർട്ടിയെ ചതിക്കുന്നു. ഇതായിരുന്നു കമന്റുകളൊക്കെ വരുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുള്ളത്. അതായത് തന്ത്രി കുടുംബത്തിലേക്കും അന്വേഷണം നീളുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാന വിഷയം. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ തന്ത്രിയും അടുപ്പക്കാരും അടങ്ങുന്ന സംഘമാണെന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണെന്നും മൊഴി. ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചു എന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായി തൂക്കവും അളവും എടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു. അതേസമയം പോറ്റിക്കായി കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ടതിന് രേഖകളില്ലെന്നാണ് പത്മകുമാറിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.